മണ്ഡല പുനർനിർണയ ബില്ലിനെതിരെ തമിഴ്നാട്ടിൽ നിന്ന് കരിങ്കൊടി പ്രതിഷേധം. വീടുകളിലും പൊതു ഇടങ്ങളിലും കരിങ്കൊടി ഉയർത്താനാണ് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് മേഘ കൂടി ചേരുന്നുണ്ട്. മേഘ, കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ലെങ്കിൽ തമിഴ്നാട് മുഴുവൻ തെരുവിലിറങ്ങുമെന്നാണ് സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, രാജ്യവ്യാപകമായി അധികം പ്രതിഷേധങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി എല്ലാ DMK ഓഫീസുകളിലും കരിങ്കൊടി ഉയർത്തിയിട്ടുള്ള പ്രതിഷേധത്തിലേക്കാണ് DMK പ്രവർത്തകരും അതുപോലെ തന്നെ പാർട്ടിയിലുള്ള എല്ലാവരും തന്നെ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മണ്ഡല പുനർനിർണയത്തിൽ നിന്ന് എന്തെങ്കിലും അത് കാരണം എന്തെങ്കിലും സീറ്റിൽ ഇളവോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റിൽ ഇളവ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് തന്നെയായിരുന്നു M.K. സ്റ്റാലിൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി 2 തമിഴ്നാട്ടിലടക്കം മാർച്ച് സംഘടിപ്പിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. DMK അധ്യക്ഷ പ്രേമലത വിജയകാന്ത്, മകൾ നീതിമയം സ്ഥാപകൻ കമലാസൻ എന്നിവരും മുഖ്യമന്ത്രിയോടൊപ്പം മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വനിതാ സംവരണത്തോട് DMK എതിർപ്പില്ലെന്നും അതിന് സെൻസസ് വലിയൊരു പ്രതിഷേധത്തിലേക്കാണ്, ഈ ഒരു കരിങ്കൊടി പ്രതിഷേധത്തിലേക്കാണ് തമിഴ്നാട് നീങ്ങുന്നത് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ ഇന്ന് പാർലമെന്റിൽ ഈ ഒരു വിഷയം ചർച്ചയാകുമ്പോൾ ഇതിനെതിരെ നല്ല ശക്തമായി തന്നെ പ്രതിഷേധിക്കും DMK എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. മേഘ, മണ്ഡല പുനർനിർണയ ബില്ലിനെതിരെ തമിഴ്നാട്ടിൽ നിന്ന് കരിങ്കൊടി പ്രതിഷേധം. വീടുകളിലും പൊതു ഇടങ്ങളിലും അടക്കം കരിങ്കൊടി ഉയർത്താനാണ് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതേസമയം ഈ വിഷയത്തിൽ TVK നേതാവ് വിജയ് പ്രതികരിച്ചിട്ടുണ്ടല്ലേ മേഘ? അതിനെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് മേഘ? ശരി, എന്തായാലും മണ്ഡല പുനർനിർണയ ബില്ലിനെതിരെ തമിഴ്നാട്ടിൽ നിന്ന് കരിങ്കൊടി പ്രതിഷേധം. വീടുകളിലും പൊതു ഇടങ്ങളിലും കരിങ്കൊടി ഉയർത്താനാണ് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ലെങ്കിൽ തമിഴ്നാട് മുഴുവൻ തെരുവിലിറങ്ങാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മേഘയാണ് വിവരങ്ങളുമായി ചേർന്നത്.